നമസ്കാരം. പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. നിങ്ങൾ ചിന്തിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ചിന്തകൾക്ക് വളരെയധികം ഊർജമുണ്ട് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല രീതിയിലും നാം ചിന്തിക്കുന്നതായ അവസരത്തിൽ അത് വളരെ ആഴത്തിലുള്ള ചിന്തകൾ വളരെയധികം ഊർജമായി മാറുന്നതായ സാഹചര്യമുണ്ട്. അത് പല വ്യക്തികളിലേക്കും കടന്നു ചെല്ലുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോലും അത്ഭുതമാകാം. ചിലരെ ഓർക്കുന്നതായ അവസരത്തിൽ അറിയാതെ അവരിൽ നിന്നും ഒരു കോളോ അല്ലെങ്കിൽ അത്തരത്തിൽ അവരിൽ നിന്നും നിങ്ങളിലേക്ക് ഒരു സന്ദേശം എത്തുന്നതായ സാഹചര്യം ഉണ്ടാകുന്നതായി കാണാം. ഇത് പലപ്പോഴും നിങ്ങൾക്ക് അത്ഭുതമായി തോന്നാം. ഇത് യാദൃശ്ചികമല്ല എന്നതാണ് വാസ്തവം. അത് നമ്മുടെ മനസ്സുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൾ തമ്മിലുള്ള ഒരു കണക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ പരാമർശിക്കാം. ഈ വീഡിയോയിലൂടെ അത്തരം ചില കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ഈ തൊടുകുറി അധ്യായത്തിലൂടെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായ ഒരു വ്യക്തിയെക്കുറിച്ച് ചില സൂചനകൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. അതിന് ഏവരും ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതായ 2 വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ തന്നിരിക്കുന്നത് 2 പക്ഷികളുടെ ചിത്രമാണ്. അതിൽ ആദ്യത്തേതായ പക്ഷി പ്രാവാണ്, രണ്ടാമത്തേതായ പക്ഷി മയിലാണ്. ഈ 2 പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നിയിട്ടുള്ളതായ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആദ്യം ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം നിങ്ങൾ ആ ഇഷ്ടദേവതയെ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പ്രാർത്ഥിക്കുക. ശേഷം പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ഒരു ചിത്രമോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച ചിത്രമോ തിരഞ്ഞെടുക്കാം. അതായത് ഈ 2 ചിത്രങ്ങളിലേക്ക് മാറി മാറി നോക്കുക. അതിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വല്ലാതെ ആകർഷണം നൽകിയതായ ആ ചിത്രം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ ആ ശക്തിയോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയാണ് എങ്കിലും നിങ്ങൾക്ക് ഈ സമയം കമന്റായി രേഖപ്പെടുത്താം. അപ്പോൾ ആദ്യത്തെ ചിത്രമായ പ്രാവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. പലർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് കമന്റായി കണ്ടു. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ തൊട്ടടുത്ത് തന്നെയുള്ള ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. ശേഷം അതിലുള്ള ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ ഞാൻ ചെയ്യുന്നതായ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ്. ഈ ചിത്രം ഒരു യാദൃശ്ചികതയല്ല, അത് നിങ്ങളുടെ മനസ്സിന്റെ ഊർജമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഊർജം നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം ആകർഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അത് തന്നെയാണ് ആ ചിത്രത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുവാനുള്ള സാധ്യത എന്ന് പറയാം. ഈ സമയം ഈ വ്യക്തി നിങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ചിന്തിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. എന്നാൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള, വളരെയധികം ബന്ധമുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള അറിയുന്ന ഒരു വ്യക്തിയാകാം. അതൊരു പഴയ സുഹൃത്ത് പോലുമാകാം. നിങ്ങൾക്ക് ഇപ്പോൾ ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ബന്ധമുള്ള ഒരു സുഹൃത്ത് പോലുമാകാം. അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാകാം.
അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പഴയ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് പോലാം, അതായത് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടാകാം. വളരെ വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയാണ് ഇത്. കാരണം ഈ വ്യക്തി നിങ്ങളെ മറക്കുവാനുള്ള സാധ്യതയില്ല, അത് മറന്നിട്ടില്ല എന്നൊരു സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് കാണാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിൽ ഒരു ഓർമ്മകൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട് പോലും പല വിധത്തിലും ഓർമ്മകൾ മനസ്സിൽ നിറയുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുമായുള്ള മുൻപ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് സന്തോഷ നിമിഷങ്ങൾ, അത്തരം പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അതിപ്പോഴും മനസ്സിൽ നിന്നും മറയ്ക്കുവാൻ സാധിക്കാതെ മായാതെ നിൽക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർ അത് എപ്രകാരമാണ് എന്ന് ചിന്തിക്കുന്ന സാഹചര്യം പോലും ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ വ്യക്തിക്ക് ഒരു പക്ഷേ നിങ്ങളുടെ പല കാര്യങ്ങളും പറയുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം എന്നതും വാസ്തവമാണ്. അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് സംഭവിച്ച് പോയിട്ടുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ആ സമയം ശരിയല്ലാത്തതിനാൽ അവർക്ക് അബദ്ധവശാൽ സംഭവിച്ച് പോയിട്ടുള്ള കാര്യങ്ങൾ പോലുമാകാം. ഇപ്പോഴും അത്തരം ചില വികാരങ്ങൾ അവരിൽ നിലനിൽക്കുന്നു എന്നതാണ് കാണുവാനായി സാധിക്കുന്നത്. ചിലപ്പോൾ അതൊരു സ്നേഹമോ അല്ലെങ്കിൽ വളരെയധികം സ്വീകാര്യത നൽകുന്ന, ബഹുമാനം നൽകുന്ന കാര്യങ്ങളാകാം. നിങ്ങളെ വീണ്ടും കാണണം എന്നൊരു ആഗ്രഹം ഈ വ്യക്തികൾക്ക് ഉള്ളതായി കാണുവാനായി സാധിക്കുന്നു. ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവുമായി കണക്ഷൻ ഉണ്ടാകുവാനുള്ള സാധ്യത, അത്തരം കാര്യങ്ങൾ വളരെ കൂടുതൽ തന്നെയാണ്. ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്താം. അത് വീണ്ടും നിങ്ങളിലേക്ക്, അതായത് ഒരു കോൾ, മെസ്സേജ്, ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്താകണം എന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഗുണപരമായ കാര്യങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. വളരെ നിങ്ങളിലുണ്ട് എന്നത് വാസ്തവമാണ്. സെൻസിറ്റീവായ അല്ലെങ്കിൽ പെട്ടെന്ന് വികാരം ബാധിക്കുന്ന ഒരു വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. ദേഷ്യം, സങ്കടം എന്നിവ പെട്ടെന്ന് ബാധിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മുൻപിൽ വളരെയധികം, അതായത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാൻ സാധിക്കും വിധമുള്ള വ്യക്തികളാണ്. നിങ്ങളെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നീട് മറക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് സ്നേഹം നൽകിയാൽ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചാൽ ആ സ്നേഹം സത്യസന്ധമായിരിക്കും. നിങ്ങളിൽ നിന്നും തിരികെ ലഭിക്കുന്ന സ്നേഹം സത്യസന്ധമായിരിക്കും എന്നത് വാസ്തവം തന്നെയാണ്. അത് ഇവർക്കും മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്. ചില വ്യക്തികൾ നിങ്ങളെ ഓർക്കുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതായ ഓർമ്മകൾ ഉണ്ടാകാം. എന്നാൽ ഇത്തരം ഓർമ്മകൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകുവാനുള്ള സാധ്യതകളും ഇവിടെ കൂടുതൽ തന്നെയാണ്. ഈ സമയം പഴയ ഓർമ്മകൾ, അത് വളരെ സന്തോഷം നൽകുന്ന ചില ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ചില തെറ്റിദ്ധാരണകളുണ്ട് എങ്കിൽ ആ തെറ്റിദ്ധാരണകൾ മനസ്സിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും പുതിയ അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നതായ ആ വ്യക്തി ആരാണ് എങ്കിലും അവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ഒരു വ്യക്തിയാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് എന്ന് കാണുന്നു. അത്തരത്തിൽ വളരെയധികം ഓർമ്മകൾ നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് മുന്നിൽ ഇനിയും വളരെയധികം അവസരങ്ങൾ,
അതും അപ്രതീക്ഷിതമായി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അവസരങ്ങൾ കടന്നു വരും എന്നതാണ് വാസ്തവം. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ പരാമർശിച്ചിരിക്കുന്ന ഫലങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ ചിത്രമായ മയിലിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഇതൊരു യാദൃശികമായ തിരഞ്ഞെടുപ്പല്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഊർജവുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും. ഒരു വ്യക്തി, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് അവരുടെ ചിന്തകളാകാം, അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളാകാം. അത്തരം ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാകുന്നു എന്നതാണ് വാസ്തവം. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് കൃത്യമായി കാണുവാനായി സാധിക്കുന്നു. ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. ഇവർ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ ബന്ധമുള്ള, ഇപ്പോഴും ബന്ധമുള്ള, അല്ലെങ്കിൽ മുൻപ് ബന്ധമുള്ള ഒരു ആകുവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ വളരെയധികം ശ്രദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഇത് നിങ്ങൾ പോലും അറിയണമെന്നില്ല എന്നതാണ് വാസ്തവം. കാരണം അവർ ഇത്തരം കാര്യങ്ങൾ പുറമെ തുറന്ന് കാണിക്കാത്ത വ്യക്തികളാണ് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുന്ന വ്യക്തികളായും പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഇവർ വളരെയധികം ശ്രദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ സംസാര ശൈലി ഇവർ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവം ഇവർ വളരെയധികം ശ്രദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഇവരെ വളരെയധികം ആകർഷിച്ചിരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ അവർ നിങ്ങളെ പല രീതിയിലും പല സമയങ്ങളിലും കാലങ്ങളായി, അല്ലെങ്കിൽ വളരെ കാലങ്ങളായി നിങ്ങളെ നിരീക്ഷിക്കുന്ന സാഹചര്യം പോലുമുണ്ട് എന്നതാണ് വാസ്തവം. അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല, ഒരു ആകർഷണം മാത്രമായാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഇവർക്ക് നിങ്ങളോട് വികാരങ്ങളുണ്ട് എങ്കിൽ പോലും അത് അവർക്ക് തുറന്ന് പറയുവാനുള്ള ഒരു ധൈര്യമില്ല, അല്ലെങ്കിൽ അത് തുറന്ന് പറയേണ്ടതായിട്ടില്ല. മനസ്സിൽ ഒതുക്കുന്നവരാണ് എങ്കിൽ എന്ന് തന്നെ പരാമർശിക്കാം. അല്ലെങ്കിൽ അവർക്കത് തുറന്ന് പറയുവാൻ മടിയുള്ളവരായും പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളുടെ ചിന്തകളുമായി ഒരു ആശങ്ക ഉള്ളതിനാൽ കൂടി ഇത്തരത്തിൽ ഒരു കാര്യം സംഭവിക്കാം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എപ്രകാരം ചിന്തിക്കും, ഇത്തരം ചില ചിന്തകൾ അവരെ വേട്ടയാടുന്ന സാഹചര്യം പോലുമുണ്ട് എന്നതാണ് വാസ്തവം. കാര്യങ്ങൾ അവർ തുറന്ന് പറയുന്നില്ല എങ്കിൽ പോലും അവരുടെ മനസ്സിൽ വളരെയധികം ഇഷ്ടം, അല്ലെങ്കിൽ ഒരു സ്ഥാനം, ബഹുമാനം എന്ന് തന്നെ പറയാം, നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. ഇത്തരം ചില കാര്യങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണുവാനായി സാധിക്കുന്നത്. ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾക്ക് പരിചിതമായ വ്യക്തികൾ തന്നെയാകാം, അല്ലെങ്കിൽ അല്പം മുൻപ് പരിചയപ്പെട്ട വ്യക്തികളാകാം, ഇപ്പോൾ ഓർമ്മയിലുള്ള വ്യക്തികളാകാം, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോയിട്ടുള്ള വ്യക്തികളാകാം. എന്നാൽ ഈ വ്യക്തി നിങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ, ദുഃഖിതരാണോ, ഇത്തരം പല കാര്യങ്ങളും ഇവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ ഇവർ നിങ്ങളോട് സംസാരിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെയധികം ആകർഷണമുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം. അതിനാൽ തന്നെ പലപ്പോഴും ഈ കാര്യങ്ങൾ തുറന്നു പറയുവാൻ അവർക്ക്
ധൈര്യപ്പെടുന്നില്ല, ധൈര്യം നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. അവർ നിങ്ങളോട് വളരെയധികം സുഹൃത്ത് ബന്ധവുമായി ബന്ധപ്പെട്ട വ്യക്തികളാകാം. അത്തരത്തിലൊരു സുഹൃത്ത് എന്ന സ്ഥാനം നൽകുന്ന വ്യക്തികൾ പോലുമാകാം. അവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർക്ക് വികാരങ്ങളുണ്ട് എങ്കിൽ പോലും അത് പുറമേ കാണിക്കാത്ത വ്യക്തികളായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങളുമായി തീർച്ചയായും നല്ല അടുപ്പം ഉണ്ടാകുവാൻ സാധ്യതയുള്ള വ്യക്തികളുമാകാം എന്നുള്ളതാണ്. എന്നാൽ പതുക്കെ പതുക്കെ ഇത്തരം അനുകൂലമായ, അതായത് സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. പതുക്കെ പതുക്കെ അവരുമായുള്ള സുഹൃത്ത് ബന്ധം നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. നിങ്ങളെ വളരെയധികം മനസ്സിലാക്കുന്ന വ്യക്തികളായി തന്നെ അവർ മാറുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അവർ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങൾ വളരെ വ്യക്തിത്വമുള്ള വ്യക്തികളായി തന്നെ അവർ കണക്കാക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ സ്വഭാവ ശൈലി പോലും ആകർഷകമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ചിരിക്ക് പോലും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നതാണ് വാസ്തവം. ആകർഷകമായ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് വളരെയധികം ഇഷ്ടം തോന്നാറുണ്ട്, ബഹുമാനം തോന്നാറുണ്ട്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് വളരെയധികം ഇഷ്ടമുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം എപ്പോഴും ശ്രദ്ധ പുലർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളും പുറമെ പറയാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഈ സമയം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം എന്നുള്ളതാണ്. ഈ സമയം ബന്ധം കൂടുതൽ വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സാഹചര്യം കൂടി വന്നു ചേരാം എന്നതും വാസ്തവം തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് ഇപ്രകാരമാണ്. ഇതിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട സാമ്യത നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കൂടി കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ.